മാത്രം 10 പേരാണ് HIV ബാധിതരായിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, HIV ബാധിതരായിരിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നവരാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബ്രൗൺ ഷുഗർ കുത്തിവെച്ചതിലൂടെയാണ് HIV പകർന്നത്. കൂടുതൽ പേർക്ക് രോഗബാധയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. സാനിയോ മുനമ്പി ചേരുന്നുണ്ട്. സാനിയോ, ഗുഡ് മോർണിംഗ് സാനിയോ. ഞെട്ടിക്കുന്ന വാർത്തയാണ്. കൂടുതൽ പേരിലേക്ക് HIV ബാധയും പകരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇത് ബ്രൗൺ ഷുഗർ കുത്തിവെക്കുന്നവരിലാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ 10 പേരെയാണ് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു അടിയന്തര സാഹചര്യമുണ്ടോ വളാഞ്ചേരി? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. അടിയന്തര സാഹചര്യമാണ് വളാഞ്ചേരിയിൽ ഉള്ളതെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതൊരു ചെറിയ സംഭവമായി കണ്ട് ഒഴിവാക്കാനും കഴിയില്ല. കാരണം ആദ്യം തന്നെ ഒരാൾക്കാണ് HIV ബാധ വളാഞ്ചേരിയിൽ കണ്ടെത്തിയത്. ശേഷം അയാളോട് ചോദിച്ചപ്പോഴാണ് എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ബ്രൗൺ ഷുഗർ കുത്തിവെച്ചിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശേഷം ഈ ബ്രൗൺ ഷുഗർ കുത്തിവെക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിന്റെ വിതരണക്കാരൻ ഒരാൾക്ക് ബ്രൗൺ ഷുഗർ കൊടുക്കുന്നു, ശേഷം ആ സിറിഞ്ച് തിരിച്ചു കൊടുക്കുന്നു, അയാൾ അത് ലോഡ് ചെയ്യുന്നു, വീണ്ടും ലോഡ് ചെയ്യുന്നു, ശേഷം അടുത്ത ആൾക്ക് കൊടുക്കുന്നു, ശേഷം വീണ്ടും ലോഡ് ചെയ്ത് ഇങ്ങനെ കൈമാറ്റം ചെയ്യുകയാണ്. ഒരേ സിറിഞ്ച് തന്നെയാണ് ഇവരെല്ലാവരും ഉപയോഗിച്ചിരുന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഒരാളെ കണ്ടുപിടിക്കുന്നു, ശേഷം അയാളോട് ചോദിക്കുന്നതിൽ നിന്ന് കൂടുതൽ ആളുകളെ സ്കാൻ ചെയ്ത് മനസ്സിലാക്കുകയാണ് ആരോഗ്യവകുപ്പ് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ 10 പേരെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. 2 മാസത്തിനിടെയാണ് വളാഞ്ചേരി എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്ത് മാത്രം ഇത്രയധികം കേസുകൾ, 10 കേസുകൾ കണ്ടെത്തിയതെന്നുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആരോഗ്യവകുപ്പ് പറയുന്നതനുസരിച്ച് കൂടുതൽ പേർ, 10ഒന്നുമല്ല, ഈ വിതരണക്കാരിൽ നിന്നും ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ബ്രൗൺ ഷുഗർ അടക്കം വാങ്ങി കുത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകളിലേക്ക് ഈ രോഗബാധ എത്തിയിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ആരോഗ്യവകുപ്പ് ഈ വാർത്ത പറയുമ്പോൾ തന്നെ പറയുന്ന മറ്റൊരു കാര്യം, ഇതൊരു പൊതു അവബോധമായി കാണേണ്ടതുണ്ട്. ഈ വിതരണക്കാരിൽ നിന്ന് ആരൊക്കെ ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചിട്ടുണ്ടോ, കുത്തിവെച്ചിട്ടുണ്ടോ, അവരെല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ആരോഗ്യവകുപ്പിനെ ബന്ധപ്പെട്ട് വേണ്ട പരിശോധനകളും ചികിത്സകളും ഒക്കെ തുടങ്ങേണ്ടതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ കണ്ടെത്തലാണ്. അതായത് ഇത്തരത്തിൽ ഒരാൾ തന്നെ ഇവർക്ക് ഇനി ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിറിഞ്ച് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു പോം വഴി മാത്രമാണ് ഇതിൽ ഇപ്പോൾ ഉള്ളത്. അത് ഈ ഡ്രഗ്സ് കൺട്രോൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ ഡ്രഗ്സിന് അടിമയായി പോയ ആളുകൾ, അതായത് പെട്ടെന്നൊന്നും ഇവരെ ചിലപ്പോൾ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അവർക്ക് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം, എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി സൗജന്യമായി ഈ സിറിഞ്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ആദ്യഘട്ടത്തിൽ. ലഹരി ഉപയോഗിക്കാൻ വേണ്ടി ഒരു സാധനം കൊടുക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് വരിക. ഡീഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റാൻ നിവൃത്തിയില്ല. ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് സിറിഞ്ച് വഴി ലഹരി ഉപയോഗിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വളാഞ്ചേരിയിൽ വളരെ അടിയന്തര ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. 10 പേർക്കാണ് അവിടെ HIV കണ്ടെത്തിയിരിക്കുന്നത്. HIV ബാധ ഉണ്ടായിരിക്കുന്നത് ലഹരി കുത്താൻ ഉപയോഗിച്ച സിറിഞ്ച് വഴിയാണ് എന്നാണ് സാനിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. സാനിയോ, അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ പേരിലേക്ക് പറഞ്ഞേക്കാം എന്നുള്ളതാണ്. ഇയാൾ എത്ര പേർക്ക് കൊടുത്തു എന്നതിനെ കുറിച്ച് ഒരു കണക്കുമില്ലല്ലോ. ഈ സിറിഞ്ച് കുത്തിവെച്ചവരുടെ ഒരു റൂട്ട് മാപ്പിന് തയ്യാറാക്കേണ്ടി വരില്ലേ ആരോഗ്യവകുപ്പിന്? അതൊക്കെ വേണ്ടിവരും. ആ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള കളക്ടറുടെ അടിയന്തര യോഗം കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്നിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യവകുപ്പ് തള്ളിക്കളയുന്നില്ല. കാരണം അവർ പറയുന്നത് ഒരിക്കലും ഒരു സാധ്യതയായി കാണാൻ കഴിയില്ല. അത്രയധികം ആളുകൾ ഈ വിതരണക്കാരനിൽ നിന്ന് സിറിഞ്ച് വഴി ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ആരോഗ്യവകുപ്പിന് ഇപ്പോൾ കിട്ടുന്നത്. അതിന്റെ മുഴുവൻ വിശദാംശങ്ങളും എടുക്കേണ്ടതുണ്ട്. അതിന് മാധ്യമങ്ങളുടെ കൂടി സഹായം തേടുകയാണ് ആരോഗ്യവകുപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആരെങ്കിലും ഈ പറയുന്ന വിതരണക്കാരനെ, ഈ ഉപയോഗിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും പരിചയം ഉണ്ടാവുമല്ലോ, അയാളിൽ നിന്ന് ആരെങ്കിലും ഇത്തരത്തിൽ ഡ്രഗ്സ് അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ വാങ്ങി കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ആരോഗ്യവകുപ്പിനെയോ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയോ വളരെ പെട്ടെന്ന് തന്നെ സമീപിക്കേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു. ഈ വാർത്ത കേട്ടല്ലോ. നമ്മളിന്ന് പ്രത്യേകിച്ച് മുഖവിരൊന്നും ഇല്ലാതെ ഞാൻ പറയുകയാണ്. ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് HIV എയ്ഡ്സ് ഒന്നും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞു ഭയങ്കര പ്രൊട്ടക്ഷൻസും നീഡിൽസ് ഒക്കെ പിന്നെ പുതിയതും സിറിഞ്ചൊക്കെ ഒരു പേഷ്യന്റിന് മാത്രം ഉപയോഗിക്കുക എന്നുള്ള രീതിയിലെല്ലാം പണ്ടൊക്കെ ബോയിൽഡ് സിറിഞ്ചസ് ഒക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്, ഗ്ലാസ് സിറിഞ്ചസ് ഒക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതൊക്കെ മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഡിസ്പോസിബിൾ സിറിഞ്ച് മാത്രമാണ്. ഹോസ്പിറ്റൽ വഴി ഒരിക്കലും ഒരു പേഷ്യന്റിന് ഇതുപോലുള്ള രോഗങ്ങൾ വരാതിരിക്കട്ടെ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടാണ് ഇതുപോലെയൊക്കെ നമ്മൾ പ്രൊട്ടക്ഷൻ കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് ഇങ്ങനെയുള്ള രോഗങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കണോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാർ വീണ്ടും ആ രോഗത്തെ തിരിച്ചു കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ ഒരു 10 വർഷം മുമ്പൊക്കെ, കുറഞ്ഞത് 10 വർഷം മുമ്പ് വരെ നല്ല HIV പേഷ്യന്റ് ഉണ്ടായിരുന്നു. നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ ഹോസ്പിറ്റലിലെ ഇഷ്ടംപോലെ പേഷ്യൻസ് വരുമായിരുന്നു. പക്ഷെ ഇപ്പോ ഓരോ അവയർനെസ്സും കൊടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് പേഷ്യൻസിന് അതുപോലെ നമ്മൾ വിഷയങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് എത്രയോ ആൾക്കാർ രക്ഷപ്പെട്ടു പോകുന്നവരുണ്ട്. ഡ്രഗ് ഇപ്പോഴും പിന്നെ ഓരോ രോഗത്തിനുള്ള ഈ ബാധിച്ചിട്ടുള്ള ആൾക്കാർ, അതായത് HIV ബാധിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ടാബ്ലറ്റ് എടുക്കുന്ന ഒരു ഇതാണ് വരുന്നത്. ഒത്തിരി നാളുകൾക്ക് ശേഷം കണ്ടുപിടിക്കുന്നവരെ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ മൈൽഡായിട്ട് മാത്രം പിന്നെ ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഇഞ്ചക്ഷനൊക്കെ ഇട്ട് പകർന്നിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു 10 വർഷങ്ങൾക്ക് മുമ്പൊക്കെ. അതുപോലെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടുപിടിച്ചും ട്രീറ്റ്മെന്റ് കൊടുത്തും ഒക്കെ നല്ല രീതിയിലായ പേഷ്യൻസ് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. ഒരുത്തം കൊണ്ട് കുട്ടികൾക്ക് ഇല്ലാതെ ഇരുന്നിട്ടുണ്ട്. ഇപ്പം ഈ കൊച്ചു കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഈ സിറിഞ്ചൊക്കെ ഉപയോഗിച്ചിട്ട് നാളെ ഒരാളുടെ കല്യാണം കഴിക്കുമോ അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ആ കുട്ടികൾക്കൊക്കെ ടെസ്റ്റ് എടുക്കണം, അവരുടെ ഭാര്യമാർക്കും ടെസ്റ്റ് എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച്
കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുള്ളൂ. എത്രയാണെന്ന് പറഞ്ഞാൽ നിരപരാധിയായ കുട്ടികളും ഭാര്യമാരും ഇതിൽ പെട്ടുപോകുകയല്ലേ. അതുകൊണ്ട് ഞാൻ ഈ ന്യൂസ് നോക്കിയപ്പം തന്നെ അതിന്റെ അടി വന്നിരിക്കുന്ന കമന്റ്സിലും മിക്കതും ഉള്ളത് അങ്ങനെയാ. അയ്യോ, ഭാര്യമാരും കുട്ടികൾക്കും ഒന്നും വരാതിരിക്കട്ടെ, അതുമല്ല കല്യാണത്തിന് മുമ്പ് തന്നെ HIV ടെസ്റ്റ് മസ്റ്റ് ആക്കണം എന്നൊക്കെയാണ് ഫുള്ള് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. നമ്മുടെ ന്യൂസിന്റെ കമന്റ്സിന്റെ താഴെ വന്നേക്കുന്നത്. ഞാനതെടുത്ത് വായിച്ചു നോക്കുമായിരുന്നു. അപ്പോൾ കൂടുതലും ആൾക്കാരും അങ്ങനെയാണ് വന്നേക്കുന്നത്. സത്യം പറഞ്ഞാൽ നിരപരാധികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലോകമല്ലേ, നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു രോഗം വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും വേറെ രീതിയിൽ വന്നതാണെന്ന് പറയാൻ ഒരു സെക്കൻഡ് മതി. പക്ഷെ അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ആ രോഗത്തിന്റെ അവസ്ഥയും അതിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് മാത്രമേ, നിരപരാധികൾക്ക് മാത്രമേ അതിന്റെ വിഷം അറിയത്തുള്ളൂ. എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ പേഷ്യന്റ് നിരപരാധികളായിട്ട് ഭർത്താവിൽ നിന്ന് വന്നതോ അല്ലെങ്കിൽ ബ്ലഡ് വഴി വന്നതോ അല്ല ഇഞ്ചക്ഷൻ ഇട്ട് വന്നതോ അങ്ങനെയൊക്കെ വന്ന ആൾക്കാര് നമുക്ക് സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും കൂടെ വന്നിട്ട് ആ കുട്ടികളെ മാറ്റി നിർത്തി ഒക്കെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വിഷമം തോന്നി. നിരപരാധികളായ കുട്ടികളും ഭാര്യമാരും അല്ലെങ്കിൽ ഭർത്താക്കന്മാരും ഒക്കെ ഇതിൽ പെട്ടുപോകും. അതുമല്ല നമ്മുടെ ന്യൂ ജനറേഷനാണ്. കുട്ടികളൊക്കെ ഇപ്പോൾ നമ്മളെ എല്ലാ കുട്ടികളും ഒരു 16-17 വയസ്സുള്ള കുട്ടികൾ പോലും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 12 വയസ്സ് 13 വയസ്സ് കുട്ടികൾ പോലും നമ്മൾക്ക് ഇതുപോലെയുള്ള മരുന്നുകളിൽ അടിമകളായി തീർന്നിട്ടുള്ള കുട്ടികളും ഉണ്ടെന്ന് പറയുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും ഉപയോഗിച്ചിട്ട് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് സത്യം പറഞ്ഞാൽ ഇഞ്ചക്ഷനിൽ നിന്ന് വന്നതാണെന്നോ സിറിഞ്ചിൽ നിന്ന് വന്നതാണെന്നോ ഒന്നും അല്ലായിരിക്കും പറയുന്നത്. ഇതിനെക്കുറിച്ച് ശരിക്കും അവയർനെസ് ഇല്ലാത്ത ആൾക്കാർ എന്ത് വേണേലും പറയും. അതൊക്കെ ഓർത്തപ്പോൾ ശരിക്കും സങ്കടം തോന്നി. എന്ത് പറയാനാ, നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേൾക്കുന്ന ന്യൂസുകൾ വളരെ നമ്മുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. അത്ര ഒരു വിഷമത്തിലോട്ടാണ് നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. അച്ഛനും ആങ്ങളെയും കാരണം അമ്മയെ കുളിമുറിക്ക് കാവല് നിർത്തിയിട്ട് ശരീരം വൃത്തിയാക്കാൻ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നു നമ്മുടെ മക്കൾക്കൊക്കെ. അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട്. ഇതൊക്കെ കേൾക്കുമ്പം നമുക്ക് വല്ലാത്ത ഒരു വിഷമാണ്. പണ്ടൊക്കെ നമ്മൾ അയൽവക്കത്തൊക്കെ ഇരുത്തിയിട്ട് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു വിശ്വസിച്ച്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും സ്വന്തം വീട്ടിൽ പോലും ഇരുത്തിയിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥകളാണ്. ദയവ് ചെയ്ത് കുട്ടികൾ ഇനിയെങ്കിലും ഉണർന്നില്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജീവനുകളായിരിക്കും നഷ്ടപ്പെടുന്നത്. അവനവന്റെ ശരീരവും പോകും. പിന്നെ മറ്റുള്ളവർക്ക് നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് പകർന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവനും പോകും. അവരുടെ വീട്ടിലുള്ള കുടുംബത്തിലുള്ള ആൾക്കാരുടെ ജീവിതം പോകും. എന്നെ കൂടെ പിറന്ന പെങ്ങള്, അച്ഛൻ, അമ്മ, അല്ല മക്കള്, ഭാര്യ, ഇത് ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരുടെയും ജീവിതവും കൂടെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. ദയവ് ചെയ്ത് ഇതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് പുറകോട്ട് വരൂ. ഇതുപോലെ കാര്യങ്ങളിലോട്ട് പോകാതെ പുറകോട്ട് വരിക. ഇനി ഒരിക്കലും നമ്മൾ തന്നെ തീരുമാനം എടുത്താൽ മാത്രമേ ഇതിൽ നിന്ന് പിന്തിരിയാൻ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഒരിക്കലും നിങ്ങൾ ഇതിലോട്ട് പോകാൻ ഉള്ള ആ ഒരു ത്വര എങ്ങനെയെങ്കിലും നിങ്ങളുടെ മനസ്സിനെ പിടിച്ച് നിർത്തിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു നാട്ടിൽ നല്ല രീതിയിൽ നല്ല പോലെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. നന്നായി പഠിക്കുക, നന്നായിട്ട് നിങ്ങളുടെ കരിയർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കരിയർ ചൂസ് ചെയ്ത് നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ ജീവിതവും കളഞ്ഞ് നിങ്ങളുടെ ജീവിതവും കളഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിലെ ജീവിതവും കളഞ്ഞ് എന്ത് ജീവിതമാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്? എന്തൊക്കെ രോഗങ്ങളാണ് വരുന്നതെന്ന് ഞാൻ തമിഴ്നാട്ടിലൊരു ന്യൂസിൽ കണ്ടു. ഒരാളുടെ കൈയുടെ ഈ ഷോൾഡറിന്റെ താഴെ വെച്ച് മുറിച്ച് കളയേണ്ടി വന്നു പഴുപ്പ് കയറിയിട്ട്. പുള്ളിയെ ലഹരി ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ അത് കൊച്ചിന് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. വലത് കൈ ഉപയോഗിച്ചിട്ട് ആണ് ആഹാരം കഴിക്കുന്നത്. വലത് കൈ ഉപയോഗിച്ചിട്ടാണ് മറ്റ് കാര്യങ്ങളും ചെയ്യുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ കൊച്ചിന് 10-26 വയസ്സേ ഉള്ളൂ. ആ ന്യൂസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്ത് പറയാനാണ്? അതിന് പിന്നെ അമ്മയും കുറെ നാൾ കഴിഞ്ഞ് നഷ്ടപ്പെട്ട്, ആദ്യമൊക്കെ അമ്മയായിരുന്നു ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആ അമ്മയും നഷ്ടപ്പെട്ടതിന് ശേഷം സ്വന്തമായിട്ട് നിൽക്കണം. എന്ത് ചെയ്യാൻ പറ്റും?
ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിലോട്ട് നിങ്ങൾക്ക് പോണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ സ്വയമായിട്ട് നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കുക. ഒരിക്കലെങ്കിലും നിങ്ങൾക്കത് ഒരു മനസ്സിന് ശരിക്കൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ ചെയ്യുന്നത് ശരിയാണോ? നമ്മുടെ ശരീരം പോകുന്നു, നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്ന് അകൽച്ച വരുന്നു, അച്ഛനോടും അമ്മയോടും ദേഷ്യം വരുന്നു, പെങ്ങന്മാരോട് ദേഷ്യം വരുന്നു. എങ്ങോട്ടാണ് നമ്മുടെ പോക്കെന്ന് സ്വയമായി ഒന്ന് ചിന്തിക്കാൻ നോക്കുക. നിങ്ങളെ കഴിവതും നിങ്ങൾ ദയവ് ചെയ്ത് അതിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കുക. എത്രയായാലും മറ്റുള്ളവർ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് അടിമപ്പെട്ടവരിൽക്ക് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മാത്രമേ പുറത്തു വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിയാൻ നോക്കുക. ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് ഇത് ഞാൻ സംസാരിക്കുന്ന കേട്ടിട്ട് ഇതിൽ നിന്ന് പുറത്തു വന്നു എന്ന് കേൾക്കാൻ സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഒരു ചെറിയതായിട്ടൊന്ന് ആഗ്രഹിച്ചു പോവുക. ദയവ് ചെയ്ത് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ പോയി പെടരുതേ. ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, നമ്മുടെ ഒരു നല്ലതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. എന്തൊക്കെ ആയാലും നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ ജീവിതം വെച്ച് കളിക്കരുത്. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതെ ഇരിക്കുക. എനിക്ക് കൂടുതൽ പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എമോഷണൽ ആകുന്നു. നിങ്ങൾ ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കണം. ദയവായി ശ്രമിക്കുക. നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.